ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. എഗ് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലോട്ട് 2 മുട്ട പുഴുങ്ങിയിട്ട് അതിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ചിക്കനാണ്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. പുഴുങ്ങിയതല്ലെങ്കിൽ ഫ്രൈ ആക്കിയിട്ടും എടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് വേവിച്ചെടുത്ത 2 ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി. നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൽ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടിയ ശേഷം ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ സവാളൊക്കെ വഴറ്റിയിട്ടാണ് കട്ട്ലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാനിത് മുഴുവനും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ചെയ്യുന്നത് പോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് മുഴുവനായിട്ടും മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ നല്ല അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ 2-3 ദിവസം കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇത് ഫ്രൈ ആക്കാനായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊന്ന് ചൂടായ ശേഷം ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ല സിമ്പിളും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു എഗ് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.